ഹലോ, ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെയുള്ള കണി ഇതാണ്. ഒരു ജീവി, അതായത് ഞങ്ങൾ ഈ ഭാഗത്ത് കല്ലുണ്ണി എന്നാണ് അതിനെ പറയുന്നത്. ഈ മരപ്പട്ടി എന്ന് പറയുന്ന സാധനം അതാണോ എന്ന് ശരിക്കും അറിയില്ല. അത് ഒന്നും രണ്ടൊക്കെ സാധിച്ചു പോയതാണ് നിങ്ങളെ കണ്ടത്. പിന്നെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടത്. പുറത്തോട്ട് വന്ന് നോക്കിയപ്പോൾ ആകെ കൂടെ ഉണ്ടായിരുന്ന കുരുമുളക് അച്ഛൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുറത്ത് കൊണ്ടുപോയി വിൽക്കാൻ മാത്രം ഇപ്രാവശ്യം ഇല്ല. നേരെ പോയി പിന്നെ അകമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടു. കാരണം സൺഡേ ആയതുകൊണ്ട് ആരെങ്കിലും ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഈ കോലത്തിലായിരിക്കും വീട് കിടക്കുന്നത്. ഇന്നലെ വൈകുന്നേരം അടിച്ചു വാരിയതാണ്, എന്നിട്ടും ഇത്രയും ചവറോന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത്രയും പൊടി ഉണ്ടായിരുന്നു അടിച്ചു കിട്ടിയപ്പോൾ. പിന്നെ അതേ ടീപ്പോയുടെ അടിയിൽ 2-3 ദിവസത്തെ പത്രങ്ങൾ കിടപ്പുണ്ടായിരുന്നു, അതും ഒന്നെടുത്ത് വൃത്തിയാക്കി വെച്ചു. അപ്പോഴാണ് ഇന്നലെ കഴിഞ്ഞ PSC എക്സാമിൻ്റെ പേപ്പർ കാണുന്നത്. അപ്പോൾ അതൊക്കെ നോക്കി മാർക്കൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. ലിസ്റ്റിലൊന്നും വരില്ല. പിന്നെ ഇത് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്കാണ്, അതും അതിൻ്റെ കൂടെ കിട്ടി. പിന്നെ നേരെ കെറ്റിലിൽ കുറച്ച് വെള്ളം എടുത്ത് ചൂടാക്കാൻ വേണ്ടി വെച്ചു. 7 മിനിറ്റ് കൊണ്ട് കെറ്റിലിൽ വെച്ച വെള്ളം ചൂടാവുന്നുണ്ട്. അതേസമയം നമ്മൾ ഗ്യാസിൽ വെക്കുമ്പോഴൊക്കെ ഒരു 15-20 മിനിറ്റോളം വെട്ടി തിളയ്ക്കാൻ വേണ്ടി എടുക്കുന്നുണ്ട്. കറണ്ട് ചാർജ് എത്രയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ, ആ ഒരു സമയത്തേക്കുള്ളത്. പക്ഷേ സമയം വെച്ചും ഗ്യാസിൻ്റെ ഇത് വെച്ചും നോക്കുമ്പോൾ കെറ്റിൽ തന്നെയാണ് ബെറ്റർ. അലമാര തുറന്നപ്പോൾ ഒരു സൈഡിലെ തുണികളെല്ലാം ഇങ്ങനെ എന്തൊക്കെയോ പോലെ കിടക്കുകയാണ്. അപ്പോൾ അതെടുത്തൊന്ന് വൃത്തിയായിട്ട് മടക്കി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് വൃത്തിയായിട്ട് ഓരോ സെക്ഷനിൽ എടുത്ത് വെച്ചു. പിന്നെ ഇന്നേഴ്സൊക്കെ ഞാൻ ഇതുപോലൊരു നല്ല കവറിലിട്ട് വെക്കും. നല്ല ഇന്നേഴ്സ്, അതായത് പുറത്ത് പോകുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതാവുമ്പോൾ പിന്നെ അവിടെ എവിടെയും തിരഞ്ഞ് സമയം കളയണ്ട, കാണുന്നിടത്ത് തന്നെ വെക്കുകയും ചെയ്യാം. 2 കറുത്ത ജീൻസും ഞാനും ഉണ്ട്. ഇതാണ് എനിക്ക് പാൻ്റായിട്ടുള്ളത്. ഇത് ലെഗിൻസായിട്ടും ജീൻസായിട്ടും എല്ലാം ഞാൻ യൂസ് ചെയ്യും. അല്ലാതെ അങ്ങനെ ലെഗിൻസ് കാര്യങ്ങളൊന്നും ഞാനങ്ങനെ ഉപയോഗിക്കാറില്ല. സാരി ഒഴിച്ച് എന്ത് ഡ്രസ്സ് ഇട്ടാലും അതിൻ്റെ താഴെ ഈ ഒരു ജീൻസ് ഉണ്ടാവും. എന്നെപ്പോലെ വേറെ വല്ലവരും ഉണ്ടോ ആവോ. പിന്നെ നേരെ പോയി പുട്ടുണ്ടാക്കാൻ വേണ്ടി നിന്നു. ബാക്കി എല്ലാവരും നേരത്തെ കഴിച്ചതാണ്. ഞാൻ പിന്നെ കഴിക്കുമ്പോഴേക്കും ആ സമയത്ത് ചൂടോടെ കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട് അപ്പോഴാണ് ഉണ്ടാക്കുന്നത്. പുട്ടും പിന്നെ അതുപോലെ തന്നെ തക്കാളി മുളകിട്ടതുമായിരുന്നു ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടായിരുന്നത്. പിന്നെ ഇതേ കഴിഞ്ഞ ദിവസം പച്ചക്കറിയും പിന്നെ കുറച്ച് പഴമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഈ ഒരു റാക്കിലെടുത്ത് വെക്കുകയാണ്. സ്വീറ്റ് കോൺ നമ്മൾ സാലഡ് ഉണ്ടാക്കാനാണ് യൂസ് ചെയ്യുന്നത്. അതല്ലാതെ ഇങ്ങനെ ചുട്ട് കഴിക്കുന്നതും വേവിച്ച് കഴിക്കുന്നതും വളരെ കുറവാണ്. പേരക്കയും ആപ്പിളൊക്കെ ഓരോണ്ണം ഇത് ബാക്കി ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയൊക്കെ കഴിച്ച് തീർന്നു. അതുപോലെ തന്നെ ഈ ഒരു സപ്പോർട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ 2-3 സപ്പോർട്ടയുടെ ആ ഒരു ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരെണ്ണമാണിത്. ഇത് തീരെ പഴുത്തിട്ടില്ല. പിന്നെ ബാക്കിയുള്ളത് മുന്നേ പറിച്ചു വെച്ചതാണ്. അതിപ്പോഴാണെന്ന് ചെറുതായിട്ട് പഴുത്ത് വരുന്നത്. ബാക്കിയുള്ളത് നേരത്തെ പറിച്ചു വെച്ചതാണ്. സാധാരണ നമുക്ക് ഇത്രയും കിട്ടാറില്ല കേട്ടോ. ഇതിപ്പോൾ നേരത്തെ പറിച്ചു വെച്ചതുകൊണ്ടും വേറെ ജീവികൾ കഴിക്കാത്തതുകൊണ്ടുമാണ്. പിന്നെ ഇതേ വാഷിംഗ് മെഷീനിൽ അലക്കി കഴിഞ്ഞതൊക്കെ കൊണ്ടുപോയി വിരിച്ചിട്ടു. ഇന്ന് നമുക്ക് കൈപ്പക്ക, അതായത് പാവയ്ക്ക വറുത്തരച്ച് വെക്കേണ്ടതാണ് ചോറിനായിട്ട്. അതിനുള്ള തേങ്ങയും പിന്നെ ഉള്ളിയും അതൊക്കെ ഇട്ട സംഭവങ്ങളൊക്കെ ആദ്യം തന്നെ ഒന്ന് വറുത്ത് മാറ്റി വെച്ചു. ചെറുതായിട്ടൊന്ന് തണുക്കുമ്പോൾ നമുക്കൊന്ന് അരച്ച് വെക്കണം. പിന്നെ ഇതേ ബീട്രൂട്ടും ക്യാരറ്റും ഇട്ടൊരു ജ്യൂസ് ഉണ്ടായിരുന്നു. ഒരു കഷ്ണം നേരത്തെ കാണിച്ച ആ ഒരു പേരക്ക അതപ്പം തന്നെ മുറിക്കുകയും ചെയ്തു. മുളക് ഒന്ന് ഉണങ്ങാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു, അതും വെയിലുള്ള സ്ഥലത്തേക്ക് നീക്കിയിട്ടു. പിന്നെ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. ക്യാബേജ് വറവും പാവയ്ക്കക്കറിയും കുറച്ച് തൈരും ഉണ്ടായിരുന്നു. പിന്നെ ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റപ്പോൾ ഒരു മിൻറ്റ് ടീ ഇട്ട് കുടിച്ചു. വിത്തൗട്ടാണ്. നമ്മുടെ 30 ഡേ ചലഞ്ചിൻ്റെ ഭാഗമായിട്ട് ഷുഗർ കട്ടാണ്. 30 ദിവസത്തേക്ക് വേറെ നമ്മൾ ജങ്ക് ഫുഡ്സ് ഒന്നും കഴിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു നേന്ത്രപ്പഴവും കൂടെ കഴിച്ചു. ഉറങ്ങി എഴുന്നേറ്റ് എനിക്ക് ഭയങ്കര വിശപ്പാണ്. വയറ് നിറയെ കഴിച്ചിട്ട് കിടന്നുറങ്ങിയാലും ഭയങ്കര വിശപ്പാണ്. പലരോടും ചോദിച്ചപ്പോൾ ചിലർക്ക് കുളിച്ച് കഴിഞ്ഞാലാണ് വിശപ്പ്, അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ വേഗം അടിച്ചു വാരി കുളിച്ച് വിളക്കൊക്കെ കത്തിച്ചു. കുറച്ച് ഗ്രേപ്സ് ഉണ്ടായിരുന്നു, അത് നല്ല പുളിയാണ്, അതുകൊണ്ട് ബാക്കി കിടക്കുന്നതാണ്. നല്ലതാണെങ്കിൽ അപ്പം തന്നെ തീർന്നു തന്നെ, അതും കുറച്ചെടുത്ത് കഴിച്ചു. പിന്നെ ഡിന്നറിനായിട്ട് ഗോതമ്പ് ദോശയും രാവിലത്തെ കറിയുമായിരുന്നു. അപ്പം അത്രയേ ഉള്ളൂ.